പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ അഴിമതി ഭരണത്തിനും ജനവിരുദ്ധ നയങ്ങൾക്കും അന്ത്യം കുറിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രസ്ഥാനം അതിന്റെ കരുത്ത് വീണ്ടെടുക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസ് എംപിയും പശ്ചിമ ബംഗാളിലെ പ്രമുഖ നേതാവുമായ മൗസം നൂർ തൃണമൂൽ വിട്ട് കോൺഗ്രസിൽ ചേർന്നു. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വെച്ച് കോൺഗ്രസ് അധ്യക്ഷന്റെ സാന്നിധ്യത്തിലാണ് അവർ പാർട്ടി അംഗത്വം സ്വീകരിച്ചത്. 2019 കോൺഗ്രസ് വിട്ട് മമതാ ബാനർജിക്കൊപ്പം ചേർന്ന മൗസം നൂർ 6 വർഷത്തിന് ശേഷമാണ് സ്വന്തം തട്ടകത്തിലേക്ക് മടങ്ങിയെത്തുന്നത്. തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തന ശൈലിയിലും ബംഗാളിലെ നിലവിലെ ഭരണരീതിയിലും പ്രതിഷേധിച്ചാണ് തന്റെ രാജിയെന്ന് മൗസം നൂർ വ്യക്തമാക്കി. ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൊണ്ടാണ് 2019 കോൺഗ്രസ് വിട്ടുപോയതെന്നും മൗസം നൂർ പറഞ്ഞു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ കൂടുമാറ്റം മമതാ ബാനർജിക്ക് വലിയൊരു തിരിച്ചടിയാകുമെന്ന് ഉറപ്പാണ്. ബംഗാൾ രാഷ്ട്രീയത്തിലെ ഇതിഹാസമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ABA ഗാനി ഖാൻ ചൌധരിയുടെ സഹോദരപുത്രിയാണ് മൗസം നൂർ. ഈ സ്വാധീനം പ്രയോജനപ്പെടുത്താനാണ് മൗസം നൂറിനെ മുൻപിൽ നിർത്തി മമതാ ബാനർജി വടക്കൻ ബംഗാളിൽ തൃണമൂലിന്റെ അടിത്തറ ശക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ മൗസം നൂർ പടിയിറങ്ങുമ്പോൾ ഒരു വലിയ വിഭാഗം ജനങ്ങളുടെ വിശ്വാസ്യത കൂടിയാണ് മമതയ്ക്ക് നഷ്ടമാകുന്നത്. ഈ പടിയിറക്കം ബംഗാളിലെ മുസ്ലിം വോട്ട് ബാങ്കിന്മേൽ വിള്ളൽ വീഴ്ത്തുമെന്ന് ഉറപ്പാണ്. സംസ്ഥാനത്തെ 30% വരുന്ന ന്യൂനപക്ഷ വോട്ടുകളാണ് മമതയെ ഇത്രയും കാലം അധികാരത്തിൽ നിലനിർത്തിയത്. എന്നാൽ മൗസം നൂറിനെ പോലെ ഒരു നേതാവ് തൃണമൂൽ വിടുമ്പോൾ BJPയെ പ്രതിരോധിക്കാൻ മമതയ്ക്ക് മാത്രമേ കഴിയൂ എന്ന വാദത്തിന് പ്രസക്തി നഷ്ടപ്പെടുകയാണ്. ഇത് ന്യൂനപക്ഷ വോട്ടുകൾ വിഭജിക്കപ്പെടാനും തൃണമൂലിന്റെ ഭൂരിപക്ഷം കുറയാനും കാരണമാകും. എന്തുകൊണ്ടാണ് ബംഗാളിലെ ജനങ്ങൾ തൃണമൂലിനെ കൈവിട്ട് കോൺഗ്രസിനെ സ്വീകരിക്കുന്നത് എന്നതിന് മൗസം നൂറിന് വ്യക്തമായ മറുപടിയുണ്ട്. BJPയുടെ വർഗീയ രാഷ്ട്രീയത്തെ നേരിടാൻ തൃണമൂലിന് കഴിയില്ലെന്നും യഥാർത്ഥ പോരാട്ടം നയിക്കുന്നത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസുമാണെന്നും ബംഗാൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നുമാണ് മൗസം നൂർ പറയുന്നത്. മമതയുടെ ഭരണം BJPക്ക് വളരാനുള്ള വളക്കൂറുള്ള മണ്ണൊരുക്കുകയാണ് ചെയ്തത്. എന്നാൽ ആ തന്ത്രങ്ങളെ തകർത്തെറിയാൻ കോൺഗ്രസിന് മാത്രമേ സാധിക്കൂ. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ തൃണമൂലിനുണ്ടായിരുന്ന വിശ്വാസ്യത പൂർണ്ണമായും തകർന്നിരിക്കുന്നുവെന്നും മൗസം നൂർ പറയുന്നുണ്ട്. എന്നാൽ മൗസം നൂറിന്റെ തിരിച്ചുവരവ് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് ബാങ്ക് കോൺഗ്രസിൽ തന്നെ സുരക്ഷിതമായി നിലനിർത്താൻ സഹായിക്കുമെന്ന് ഉറപ്പാണ്. മാൾഡയിലെയും സമീപ ജില്ലകളിലെയും ഓരോ ഗ്രാമങ്ങളിലും ഇന്നും ഗാനി ഖാൻ ചൌധരി എന്ന പേരിന് ലഭിക്കുന്ന സ്നേഹം കോൺഗ്രസിനുള്ളതാണ്. ആ സ്നേഹത്തെ വഞ്ചിച്ചുകൊണ്ടാണ് മമത അവിടെ അധികാരം പിടിച്ചത്. എന്നാൽ ഇപ്പോൾ ആ മണ്ണ് തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ സ്വീകരിക്കുന്നതിലൂടെ കോൺഗ്രസിന്റെ പഴയ പ്രതാപം വീണ്ടെടുക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസിനുള്ളിലെ ഏകാധിപത്യവും നേതാക്കളോടുള്ള അവഗണനയും സഹിക്കവയ്യാതെയാണ് മൗസം നൂർ പടിയിറങ്ങുന്നത്. തൃണമൂലിലെ നിരവധി സത്യസന്ധരായ നേതാക്കൾ ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡുമായി ചർച്ചയിലാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാൾഡയിൽ തൃണമൂൽ കനത്ത പരാജയം നേരിടേണ്ടി വന്നിരുന്നു. ഇത് പാർട്ടിക്കുള്ളിൽ കനത്ത അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കി. അഴിമതി ആരോപണങ്ങളും സന്ദേശ് ഖാലി പോലുള്ള സംഭവങ്ങളും പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചതും മൗസം നൂറിന്റെ കൂറുമാറ്റത്തിന് കാരണമായെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. സ്വന്തം നാട്ടിലെ ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടിയില്ലാതെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് പാർട്ടി വിടുന്നതാണെന്ന നിലപാടിലേക്ക് അവർ എത്തിയത് അതുകൊണ്ടാണ്. മൗസം നൂറിനെ കോൺഗ്രസ് തിരികെ എത്തിച്ചത് കൃത്യമായ പ്ലാനിങ്ങോടെയാണ്. മാൾഡ, മുർഷിദാബാദ്, ഉത്തർ ദിനാജ്പൂർ എന്നീ ജില്ലകളിൽ കോൺഗ്രസിന് പഴയ പ്രതാപം വീണ്ടെടുക്കാൻ ഈ മടക്കം സഹായിക്കും. തൃണമൂലിൽ അതൃപ്തിയുള്ള കൂടുതൽ നേതാക്കൾ വരും ദിവസങ്ങളിൽ മൗസം നൂറിന്റെ പാത പിന്തുടരുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇത് മമതാ ബാനർജിക്ക് തന്റെ പാർട്ടിയെ ഒപ്പം നിർത്താൻ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. തൃണമൂലിന്റെ ഉരുക്കുകോട്ടകളിൽ വിള്ളലുകൾ വീണു തുടങ്ങി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് മമതയ്ക്കും തൃണമൂലിനും അഗ്നിപരീക്ഷയായിരിക്കുമെന്ന് ഉറപ്പാണ്. വരും മാസങ്ങളിൽ ബംഗാളിൽ നടക്കാൻ പോകുന്നത് ശക്തമായ ത്രികോണ മത്സരമായിരിക്കും.